ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ച് എന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. പാംക്രാഫ്റ്റിന് തന്നെയാണ് പേര്. ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർക്ക് ഫേസ്ബുക്ക് പേജിലേക്കും ഫോട്ടോസൊക്കെ അയക്കാം. അപ്പോൾ പിക്കൊക്കെ ഇടാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബോട്ടിൽ ആർട്ട് തന്നെ ആയിട്ടാണ്. മെഡിസിൻ്റെ കവറൊക്കെ വെച്ചിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രാവശ്യമായിട്ട് ഇങ്ങനെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മെഡിസിൻ്റെ കവർ വെച്ചിട്ട് ബോട്ടിൽ ആർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കാരണം ചെയ്യാൻ വൈകിയ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇവിടെ മെഡിസിൻസ് കവറൊക്കെ കുറവായിരുന്നു. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാലും പൊതുവേ ഞങ്ങൾ ഹോമിയോ ആണ് കാണിക്കുക. അപ്പോൾ പിന്നെ ഈ ഒരു ടൈപ്പ് ക്യാപ്സൂൾസിൻ്റെ കവേഴ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ പിന്നെ അവിടെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇക്കൻ്റെ ഉപ്പൻ്റെതും അതുപോലെ എൻ്റെ ഉപ്പേൻ്റെതൊക്കെ കുറച്ച് കവറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഈ ക്യാപ്സൂളിൻ്റെ കവർ കൊണ്ട് നല്ല ഫ്ലവേഴ്സും ലീവ്സൊക്കെ ചെയ്തിട്ടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊന്നുമല്ല, ഞാനൊരു കുറച്ചൊരു വ്യത്യാസം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇതുവരെ ആരും ചെയ്യാത്തൊരു ടൈപ്പ് ഒരു വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പം നമ്മൾ ആദ്യം അതിന് ഇങ്ങനെ ചുളിവ് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മളൊരു കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ബഡ്സോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ആ ചുളിവൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് പോക്കിയെടുത്താൽ മതി. എന്നിട്ട് ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ക്യാപ്സൂളിൽ നിൽക്കുന്ന ഒരു ഭാഗമില്ലേ അത് മാത്രം ആക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കുകയാണ്. ബാക്കി സൈഡിലുള്ള ആ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു പോർഷനൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു നീളമുള്ള ടൈപ്പില്ലേ, ഇങ്ങനത്തെ ടൈപ്പ് ക്യാപ്സൂളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അതിനൊരു പുറത്ത് കവറിങ് ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ടൈപ്പ് കവറിങ് ആണ്. ചില ക്യാപ്സൂളിൻ്റെ കവർ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ളത്, പിങ്കും അതുപോലെ ബ്ലൂ ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് ഫുള്ള് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ഒരു ബോട്ടിൽ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ബോട്ടിൽ മുഴുവനായിട്ട് ഞാനൊന്ന് ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാൻ നമ്മൾ ഫെവിക്കോളും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് സാധാരണ ഒട്ടിക്കാറ്. എന്നാൽ ഞാനിവിടെ ഫെവിക്കോളിന് പകരം കുറച്ച് മൈദ ഉപയോഗിച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാനിതുവരെ മൈദ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ മൈദയിൽ നമ്മൾ വെള്ളം ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫെവിക്കോൾ പോലെ ഒന്ന് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് ചെയ്ത് നോക്കുകയാണ്. നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസി ആക്കിയതിന് ശേഷം ഞാനത് ഒന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ബോട്ടിലിൽ അപ്ലൈ ചെയ്തിട്ട് ഈ ടിഷ്യൂ പേപ്പറൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ നമ്മളൊന്ന് കവർ ചെയ്യണം. അപ്പോൾ നിങ്ങളെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പകരം ന്യൂസ് പേപ്പറും സ്റ്റിക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ മുമ്പ് ഒരു കലണ്ടർ ബോട്ടിൽ ചെയ്ത സമയത്ത് ഞാൻ ന്യൂസ് പേപ്പർ ആയിരുന്നു ടിഷ്യൂ പേപ്പറിന് പകരം സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഴപ്പമൊന്നുമില്ല, ഏതായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനിതിൽ പ്രത്യേകിച്ച് ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ പൂപ്പ് വരുന്നുണ്ടോയെന്നൊക്കെ നോക്കി. പക്ഷേ കുഴപ്പമൊന്നുമില്ല. നമ്മൾ മുമ്പൊക്കെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൈദ മാത്രമായിരുന്നു ഇതുപോലെ വെള്ളമൊക്കെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ല സ്ട്രെങ്ത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒന്ന് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ എൻ്റെ കൈ തട്ടിയപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കീറിപ്പോയതേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം ഞാൻ പോപ്സിക്കിൾസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സൈഡിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഈ ഐസ്ക്രീം സ്റ്റിക്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് വേണമെങ്കിൽ ഇതുപോലെ തിന്നായിട്ട് സ്ട്രിപ്സ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒട്ടിക്കാം. അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ മേലത്തെ ഒരു ലെയർ പൊളിച്ച് കഴിയുമ്പോൾ ഒരു വേവ്സ് പോലുള്ളൊരു ലെയർ ഉണ്ടാകുമല്ലോ, അപ്പോൾ അത് വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്തെടുത്താലും നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ നമ്മൾ ബോട്ടിലിലെ താഴെ മുഴുവനായിട്ടൊന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പോഞ്ച് ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു ഷീറ്റ് ഒരു തിന്നായിട്ടുള്ള സ്ട്രിപ്സ് പോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഒരു 2 സ്ട്രിപ്സായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കുറച്ച് കട്ടിയിൽ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ. സ്പോഞ്ച് ഷീറ്റും ന്യൂസ് പേപ്പറും ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലേ വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ റിബൺ പോലെ ഇങ്ങനെ ആക്കി കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിവിടെ ഒട്ടിച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു മെഡിസിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതല്ല, വേറൊരു ചെറുതൊന്ന് ടൈപ്പാണ്. അപ്പോൾ ഞാൻ അതും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു സ്ട്രിപ്സിൻ്റെ മേലെ ഇതൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഫെവിക്കോളോ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഗ്ലൂ ഗൺ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും ഒട്ടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത് ഒട്ടിക്കാം. അപ്പോൾ ഒരു സ്ട്രിപ്പിൽ ഞാൻ 4 എണ്ണം, പിന്നെ അടുത്ത താഴെയുള്ള സ്ട്രിപ്പിൽ 4 എണ്ണം, അങ്ങനെ ഒരു 8 എണ്ണം വീതമാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ ആക്രിലിക് കളർ പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു പോപ്സിക്കിൾസിൻ്റെ മേലെയും അതുപോലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു ബോട്ടിൽ മുഴുവനായിട്ടും ഞാനൊരു ബ്ലാക്ക് അപ്ലൈ ചെയ്യാണ്.
അപ്പോൾ ഈ ബോട്ടിൽ മുഴുവനായിട്ടും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോപ്സിക്കിളിൻ്റെ കവറില്ലേ, അപ്പോൾ അതൊന്ന് നമ്മൾ പെയിൻ്റ് അടിച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു റെഡ് കളറും അതുപോലെ ബ്ലൂ കളറും എടുത്തിട്ടുണ്ട്. ഈ രണ്ട് കളറും കൂടെ കുറച്ച് എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു മെറൂൺ ഒരു ഗ്രേപ്പ് കളറായിട്ട് വരും. നമ്മൾ ഒരുപാടെടുത്ത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ സെയിം അളവ് തന്നെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു കളറായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഇതിൻ്റെ ഡാർക്ക്നെസ് നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റെഡ് ആഡ് ചെയ്യാം. ഇനി കുറയ്ക്കണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ ആഡ് ചെയ്തിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ആ ഒരു നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാപ്സൂളിൻ്റെ കവർ ഒന്നങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നീളമുള്ള ടൈപ്പ് ക്യാപ്സൂളിൻ്റെ കവർ ഉണ്ടല്ലോ, ആ ഒരു കവറിലാണ് ഞാൻ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നത്. ആ ഒരു ഗ്രേപ്പിനെ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കളറും അതുപോലെ ആ ഒരു ഷേപ്പും എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ കുറച്ചധികം തന്നെ പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആ ഒരു മുന്തിരിയുടെ ആ ഒരു ഷേപ്പിലും ഒരു കളറൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി പെയിൻറ്റ് ഇല്ലേ, അപ്പോൾ അത് ആ ബോട്ടിലിൻ്റെ ആ ഒരു പോപ്സിക്കിളിൻ്റെ ആ ഭാഗത്തൊക്കെ ഫുള്ളായിട്ടൊന്നിങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഏതായാലും അത് വെറുതെ ഇങ്ങനെ പോവല്ലേ, അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ട് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു സ്പോഞ്ച് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനൊരു ലീഫൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് വീതിയുള്ള ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഒന്നിങ്ങനെ മൂന്നായിട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 3 ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് അതിൽ ഞാൻ ഒരു ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഗ്രേപ്പിൻ്റെ ആ ഒരു ലീഫ് പോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പെന്നോ പെൻസിലോ എന്തെങ്കിലും വെച്ച് വരച്ചു കൊടുത്തിട്ട് നമ്മളതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ആദ്യം നമ്മൾ ആ ഒരു ഔട്ട്ലൈനിലൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ലീഫിൻ്റെ സൈഡിലുള്ള കട്ടിംഗ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മാറ്റുമ്പോൾ നമുക്കൊരു 3 ലീഫായിട്ട് കിട്ടും. അപ്പോൾ അതൊരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 3 എണ്ണം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വരച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 3 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രേപ്പിൻ്റെ ടൈപ്പ് ലീവ്സും അതുപോലെ ഗ്രേപ്സും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ബോട്ടിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ ആ ക്യാപ്സൂളിൻ്റെ കവറിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു പോപ്സിക്കിളിൻ്റെ അവിടെ അല്ല, കുറച്ച് മേലായിട്ടാണ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മുന്തിരിയുടെ പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു 5 എണ്ണം, പിന്നെ അതിൻ്റെ താഴെ 4 എണ്ണം അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം നമ്മൾ ഒരു ട്രയാങ്കിൾ പോലെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. 5, 4, 3 അങ്ങനെ താഴെ 1 വരെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെയും കൂടെ ഒന്നിങ്ങനെ കുറച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു ബണ്ടിൽ പോലെ ഇങ്ങനെ ഒരു ഗ്രേപ്പിൻ്റെ ഒരു ബണ്ടിൽ പോലെ കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു ലീവ്സൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് തന്നെ യൂസ് ചെയ്തിട്ടൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആദ്യം ആ ഒരു ലീവ്സ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് പിന്നെ ഒട്ടിച്ചാൽ മതിയായിരുന്നു എന്ന്. കാരണം അതിൻ്റെ ആ ഒരു ലീവ്സിൻ്റെ ആ ഒരു സ്റ്റെം ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതായി തോന്നാം. 3 ലീവ്സ് ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ലീവ്സിനൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ കുറച്ചും കൂടെ ഒന്ന് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്തപ്പോൾ കുഴപ്പമില്ല, കുറച്ചൊരു ആ ഒരു ഗ്രേപ്സിൻ്റെ ഒരു ലീഫ് പോലെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്കതിന് ആ ഒരു കുറച്ച് 1-2 ഇങ്ങനെ വള്ളികളൊക്കെ ഉണ്ടാക്കിയെടുക്കണമല്ലോ, അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അതിന് ഇവിടെ വൂളൻ നൂലാണ് എടുത്തിട്ടുള്ളത്. ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ആ വൂളൻ നൂലൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് പിന്നെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ആ ഒരു സ്ട്രിപ്പായപ്പം നമ്മൾ ആ ഒരു വൂളൻ ത്രെഡ് ശരിക്കും എനിക്ക് തോന്നുന്നു 2 എണ്ണം വെച്ചിട്ട് ഇങ്ങനെ പിരിച്ചിട്ട് ചെയ്യുന്നതായിരുന്നു കുറച്ചുകൂടി ഒരു ഭംഗി എന്നുള്ളത്. പിന്നെ അത് പറിച്ചു നോക്കിയപ്പോൾ അങ്ങനെ ഇളകി കീറി പോകാൻ തുടങ്ങി ആ ഒരു ടിഷ്യൂ പേപ്പർ. അപ്പോൾ പിന്നെ ഞാനത് പറിക്കാൻ നിന്നിട്ടില്ല, അങ്ങനെ തന്നെ മതി വിചാരിച്ചു. അപ്പോൾ എന്നിട്ട് ഒരു ബ്രഷിൻ്റെ ഒരു ബാക്ക് സൈഡൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം ഞാൻ അത് ഫുള്ളായിട്ടൊന്ന് ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് മെറ്റാലിക് കളർ യൂസ് ചെയ്തിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ ഫുള്ളായിട്ട് ഞാനിങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ആൻറ്റിക് ലുക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ഗ്രേപ്സിനൊന്നിങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുണ്ട്, ആ ഒരു ബോട്ടിലൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ആ ഒരു ലീഫ് ഒരു മാച്ച് ആവാത്ത പോലെ തോന്നുക. കാരണം പ്രത്യേകിച്ചൊരു ചുളിവുകളും ഒരു വെയിൻസിൻ്റെ ഒരു ലീഫിൻ്റെ ഒരു വെയിൻസിൻ്റെ ഡിസൈൻ ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ സ്പോഞ്ച് ഷീറ്റ് യൂസ് ചെയ്യുമ്പോഴൊരു പ്രശ്നം അതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അയൺ ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്യുമ്പം ഒന്ന് റെഡി ആവുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. അപ്പോൾ എത്രയായിട്ടും ഒന്നും ഒരു ഭംഗി കിട്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഗോൾഡ് വെച്ചിട്ട് ഒന്നിങ്ങനെ ലൈൻസ് പോലെ ഒന്ന് ടച്ച് ചെയ്തൊക്കെ കൊടുത്തു. എന്നിട്ടും അതിനൊരു ഭംഗി കിട്ടാഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു സാപ്റ്റീൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ആ ഒരു വെയിൻസൊക്കെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ടും അതിൻ്റെ ആ ഒരു ഗ്രീന് ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുക. എൻ്റെ കയ്യിൽ വേറൊരു ടൈപ്പ് സ്പോഞ്ച് ഷീറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതായിരിക്കും കുറച്ചുകൂടി ഭംഗിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തത്. പിന്നെ ഇനിയിപ്പോൾ അത് പറിച്ച് കഴിഞ്ഞാൽ ആകെ വൃത്തികേടായി പോവും.
അപ്പോൾ അങ്ങനെ ആ ഒരു സാബ് ഗ്രീന് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുത്ത് അതുപോലെ ആ ഗോൾഡ് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ വലിയൊരു കുഴപ്പമില്ല. അപ്പോൾ നമ്മളുടെ ആ ഒരു ഗ്രേപ്പ് വൈനിൻ്റെ ഒരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേപ്പ് വൈൻ ബോട്ടിലായിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്യണമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ എല്ലാവരും ഇങ്ങനെ ഈ ഒരു ക്ലേ യൂസ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്കിങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഗ്രേപ്പ് വൈൻ്റെ ബോട്ടിൽ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അതുപോലെ മെഡിസിൻ്റെ ക്യാപ്സ് വെച്ചിട്ട് ബോട്ടിൽ ചെയ്യുമോ എന്ന് ഒരുപാട് ഇപ്രാവശ്യമായിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാനത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എൻ്റെതായ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ബോട്ടിൽ ഇവിടെ നല്ല ഇഷ്ടമായി. പക്ഷേ അതിൻ്റെ ആ ഒരു ലീവ്സ് ഇങ്ങനെ അത്ര ഒരു മാച്ച് ആവാത്ത പോലെ തോന്നുക. അപ്പോൾ ക്ലേയോ കാണുന്നുണ്ടെങ്കിൽ ഒരു വേറൊരു ടൈപ്പ് ലുക്കായിരിക്കുമല്ലോ. അപ്പോൾ അതുപോലുള്ളൊരു ഇത് സ്പോഞ്ച് ഷീറ്റ് ആകുമ്പോൾ കിട്ടില്ല. എന്തായാലും നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ക്യാപ്സൂളിൻ്റെ കവർ വെച്ചിട്ട് നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരും ഇങ്ങനെ ഫ്ലവേഴ്സും ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്താണെന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി കെ എ, ശ്രീനദ കെ എ, അർഷ, 8th പഠിക്കുന്ന ഫാത്തിമ റഷ, അൻസന അനു, ഹന്ന മെഹബൂബ്, ആദിയ കെ, ഫാത്തിമ സഹല, 5th പഠിക്കുന്ന ആയിഷ, 8th പഠിക്കുന്ന ദിയ, 8th പഠിക്കുന്ന സ്നേഹ ഗിരീഷ്, ഷമ്മ ഷംസ്, ഇൻഷ ഷംസ്, ഫാത്തിമത്തുൽ നാദിയ, സ്നിയ വിശാൽ, സത്താർ യെസ്, ജിയ, സൽമ സജ്ന, 2nd പഠിക്കുന്ന നഹാല നിഹാൽ, 6th പഠിക്കുന്ന ഷിഫ, 6th പഠിക്കുന്ന അൻസ്രിയ, ഫസ്ന, സാജൻ ജോയ്, ഷാന ഷെറിൻ, ഫാത്തിമ ഹന്ന, ആരിഫ, ഹാദിയ, 8th പഠിക്കുന്ന ഹന്ന പർവീൻ, സജീന സിദ്ദീഖ്, സഫ കെ, നാസർ സീനു, എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെഡിസിൻ്റെ പാക്ക് വെച്ചിട്ടുള്ള ഈ ബോട്ടിലാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.